السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പുതിയ മുന്നേറ്റമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗുണമോ ദോഷമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ? ഒരു പുതിയ ലോകം തന്നെ നിർമ്മിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനും ശസ്ത്രക്രിയകൾ കൂടുതൽ കൃത്യതയോടെ നടത്താനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവനുസരിച്ച് വ്യക്തിഗത പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യമാക്കുന്നുണ്ട്. വ്യവസായ മേഖലയിലേക്ക് വന്നു നോക്കുകയാണെങ്കിൽ റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം വർദ്ധിക്കാനും ചെലവ് കുറക്കാനും നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുന്നുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞതുപോലെ ഒരു നിർമ്മിത ബുദ്ധി പൂർണ്ണമായി വികസിക്കപ്പെടുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരിക്കും അത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. മനുഷ്യൻ നിർമ്മിച്ച വൈദ്യുതിയെക്കാളും മനുഷ്യൻ നിർമ്മിച്ച അഗ്നിയേക്കാളും ഏറ്റവും പ്രധാനമുള്ളതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി മാറുകയും അത് അഗ്നിയേക്കാൾ ഉപയോഗിക്കപ്രദമാവുകയും ചെയ്യുമെന്ന് നമ്മുടെ ഗൂഗിളിന്റെ CEO ആയ സുന്ദർ പിച്ചൈന്റെ വാക്കുകൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മഹത്വങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിക്ക് ഒരുപാട് ദോഷങ്ങളുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും റോബോട്ടുകളെയും ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജോലികൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തൊഴിലുകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ലെയ്സർ ഇഡോസ്കിയുടെ വാക്കുകളിൽ നമുക്ക് കാണാം, ദ ഗ്രേറ്റസ്റ്റ് ഡാഞ്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദാറ്റ് പീപ്പിൾ. നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അപകടകാരിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ രീതിയിൽ വിഷയങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധിയെ തളർത്താൻ ഏറ്റവും വലിയ ഭീഷണിയായി മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെക്കുറിച്ചാണ് എലോൺ മസ്ക് പറഞ്ഞൊരു വാക്യമുണ്ട്, അണുവായുധങ്ങളെക്കാൾ ഏറ്റവും വലിയ അപകടകാരിയാണ്. ഇതിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗുണമാണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ദോഷമാണോ അല്ലെങ്കിൽ അനുഗ്രഹമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അത് നമ്മുടെ കൈകളിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് അതൊരു കത്തിയെ പോലെയാണ്. ഒരു വൈദ്യന്റെ അടുത്ത് അതൊരു ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണമാണ്. മറുപക്ഷേ അതൊരു കുറ്റവാളിയുടെ അടുത്ത് അതൊരു ആയുധമാണ്. അതുകൊണ്ട് ഇന്റലിജൻസിനെ നമ്മൾ അതിൻ്റെ ദോഷങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കൊണ്ട് വളരെ ഭദ്രമായി നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.